ബിടെക് പഠിച്ച ഒരാൾക്ക് 32 സപ്ലി എങ്ങനെ വന്നു? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ എൻ്റെ ഒരു അനുഭവം മാത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, എനിക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ 4 വർഷം ടി കോളേജിൽ പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് ഉള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സോറി ബാഡ് അവസ്ഥ ഒന്നും അല്ല. സപ്ലി വരാനുള്ള കാരണം അതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. നിങ്ങൾ ചോദിക്കാറുണ്ട്, കുറേ പേര് ചോദിക്കാറുണ്ട്, ബ്രോ ഏത് വിഷയം എടുത്തത്, സപ്ലി ഒക്കെ ഉണ്ടോ, കുറേ സപ്ലി ഒക്കെ ഉണ്ടോ, എങ്ങനെ അത് എഴുതി തീർക്കുന്നത്, എന്തുകൊണ്ടാണ് സപ്ലി വന്നത്, എന്ത് കാരണമായിരിക്കും, അത് എങ്ങനെയൊക്കെ എഴുതി തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് എങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ഇയർ വരുന്നവരാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും കോളേജ് നമുക്ക് എൻജോയ് ചെയ്യാം, സ്കൂള് പോലെ അല്ലല്ലോ, കോളേജ് ഒരു ഫ്രീഡം എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും നിങ്ങൾ കോളേജിലേക്ക് കയറി വരുന്നത്. സോ നിങ്ങൾ അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കോളേജ് വേറെ, സ്കൂള് പോലെ അല്ല കോളേജ്. പക്ഷെ ചില രീതികളിൽ ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം സ്കൂളും കോളേജൊക്കെ ഒരേപോലെയാണ്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് കോളേജിൽ കയറിയാൽ നിങ്ങൾക്ക് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. സോ സപ്ലിയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും, സപ്ലി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും. ഗൈസ്, സപ്ലി വരാനുള്ള കാരണമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഗൈസ്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സപ്ലി ഒരു വല്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാലോ, സപ്ലി ഇല്ലാത്ത ഒരാൾ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത്രയ്ക്കും വലിയ ബുജി മൈൻഡൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പഠിച്ചൊക്കെ പോകും. സപ്ലി ഇല്ലാതെ സപ്ലി ഉണ്ടായാലും എഴുതി തീർത്ത് പോകും. സോ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനോട് ഞാൻ പറയുവാണ്, സപ്ലി വന്നാൽ അല്ലെങ്കിൽ വരാതെ ഇരിക്കാനുള്ള കാരണമാണ് നമ്മളിന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ എൻജിനീയറിങ് എടുക്കുന്ന മുന്നേ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു, എനിക്ക് ഈ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ കഴിവില്ല, സോ അതുകൊണ്ട് എനിക്ക് ഒക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ കോളേജിൽ കയറുന്ന മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പഠിക്കാത്ത ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള സ്റ്റുഡൻറ്റ് ഓക്കെ വന്നിട്ട് പഠിക്കാൻ പറ്റും. എല്ലാവർക്കും അതിൻ്റെ കഴിവുണ്ട്, എല്ലാവർക്കും ഒരേ കഴിവ് ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. എല്ലാവർക്കും പല പല കഴിവാണ്. ചിലവർക്ക് ഒന്ന് വായിച്ച് നോക്കിയാൽ പഠിക്കാൻ പറ്റും, ചിലവർക്ക് എഴുതി നോക്കിയാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ, ചിലവർക്ക് ഒന്ന് നോക്കിയാൽ പഠിക്കാൻ പറ്റും, ചിലവർക്ക് എക്സാമിന് തലയിരുന്ന് പഠിക്കാൻ പറ്റും, ചിലവർക്ക് 1 മാസം മുന്നേ ഇരുന്ന് പഠിക്കണം. ഇതെല്ലാം തലയിൽ കയറാൻ വേണ്ടി. പക്ഷെ ചിലവർക്ക് അറിയാലോ, ഓരോരോ ആൾക്കാരുണ്ട്, ഓരോരോ രീതിയിലുള്ള ആൾക്കാരൊക്കെയാണ്. സോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയുള്ള രീതിയുള്ള ആൾക്കാരൊക്കെയാണ്. ഏതൊരു രീതിയുള്ള ആൾക്കാരാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ട് തലയിൽ നിൽക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ബേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ആ സബ്ജക്റ്റിന് ഒരു ബേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ പഠിക്കാത്തത്. പിന്നെ അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പോവാം, എങ്ങനെയെങ്കിലും കോപ്പി അടിച്ച് സെറ്റാക്കിയൊക്കെ പോകാം എന്നൊക്കെ വിചാരിക്കും. അത് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്റേണൽ ഇപ്പം KTU ആണെങ്കിൽ ടോട്ടൽ 150 മാർക്ക് വേണം. ടോട്ടൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ പാസ്സാവാനല്ല, മൊത്തത്തിൽ 150-ൽ 75 മാർക്ക് വേണം പാസ്സാവാൻ. ഈ 75 മാർക്ക് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഇപ്പം സെം എക്സാം വരുവാണെങ്കിൽ 100 മാർക്കിനാണ് സെം എക്സാം എഴുതേണ്ടത്. KTU ആണെങ്കിൽ 100 മാർക്കിന് എഴുതി അതിലൊരു 40 മാർക്ക് മേടിക്കണം. 40 മാർക്ക് മേടിച്ചാലേ പാസ്സാവത്തുള്ളൂ. ഇന്റേണൽ ഔട്ട് ഓഫ് 50 എന്ന് വെച്ചാൽ 100 സെം എക്സാമും 50 ഇന്റേണൽ, മൊത്തം 150 മാർക്ക്. 150-ൽ ഇന്റേണൽ 50 മാർക്ക്, ഇത് 100 മാർക്ക് സെം എക്സാം. 50 മാർക്ക് ഇന്റേണൽ നിങ്ങൾക്ക് ഒരു 35-40 റേഞ്ചിൽ മേടിക്കണം. മിനിമം 35 മാർക്കും വേണം. 30 ഒക്കെ ആയാൽ നമുക്ക് സെം എക്സാം അത്ര എഴുതിയെടുക്കേണ്ടി വരും. ടോട്ടൽ 75 മാർക്ക് വേണം. ഇപ്പം 35 മാർക്ക് ഇന്റേണലിൽ വാങ്ങുവാണെങ്കിൽ ഈ റിട്ടേൺ എക്സാം 40 മാർക്ക് മേടിക്കണം. 40, 35, 75 മാർക്കാവും. അന്നേരം നിങ്ങൾ പാസ്സാവും. ഇപ്പം തിയറി നിങ്ങൾക്ക് 40 മാർക്ക് മേടിച്ചു, പക്ഷെ ഇന്റേണൽ നിങ്ങൾക്ക് 30. അന്നേരം എന്ത് ചെയ്യും? 70 മാർക്കേ അവിടെ ആഡ് ആയുള്ളൂ. 5 മാർക്ക് കൂടെ വേണം പാസ്സാവാൻ. അതുകൊണ്ട് നിങ്ങൾ ഇന്റേണൽ ശ്രദ്ധിക്കണം. മിനിമം ഇന്റേണലിന് വേണം. നിങ്ങൾ ഇപ്പം ഓട്ടോണമസ് ആണെങ്കിൽ അതിൻ്റെ മാർക്ക് ഉണ്ട്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. KTU സിലബസ് ആണെങ്കിൽ ഈ ഒരു പ്രൊസീജിയറാണ് അവർ മൂവ് ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾ മിനിമം ഒരു ഇന്റേണൽ 35, 40
റേഞ്ചിൽ മേടിച്ച് വെക്കാൻ നോക്കണം. അല്ലെങ്കിൽ എന്തോ കഴിയണം, ഇപ്പം ഇന്റേണൽ ഒരു 30 വെച്ചോ, നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഒരു 45 മേടിച്ചാൽ പാസ്സാവും. മനസ്സിലായോ? ഇന്റേണൽ ഒരു 20 വിചാരിച്ചോ, ഇന്റേണൽ വെറും 50 20 വിചാരിച്ചോ, പക്ഷെ റിട്ടേൺ എക്സാം എത്ര വാങ്ങേണ്ടി വരും? 20 60 മൊത്തം 50 50 55 55 മാർക്കാണ്ട് വേണ്ടി വരും. 55 45 50 മാർക്കാണ്ട് വേണ്ടി വരും. മൊത്തം 25. അന്നേരം 55 മാർക്ക് വേണ്ടി വരും. 55 മാർക്ക് എഴുതി മേടിക്കണം. എങ്ങനെ? ഈ 100-ൽ എത്ര ഇന്റേണൽ ആകുമ്പം? 25 ഇന്റേണൽ ആകുമ്പം, 20 ഇന്റേണൽ ആകുമ്പം, ഇപ്പോൾ വെറും 25 ആണെങ്കിൽ 50 മാർക്ക് എഴുതി മേടിക്കണം. മനസ്സിലായി? 30 ആണെങ്കിൽ 45, ഇവിടെ 35 ആണെങ്കിൽ ഇവിടെ 40 എന്നുള്ള പ്രൊസീജിയർ നോക്കി വേണം നിങ്ങൾ മസ്റ്റായിട്ട് എക്സാം എഴുതാൻ. അല്ലെങ്കിൽ നിങ്ങൾ സപ്ലി അടിക്കും, ഉറപ്പാണ്. പിന്നെ നല്ലപോലെ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റുമോ? ഇന്റേണൽ കുറഞ്ഞാലും നിങ്ങൾക്ക് എഴുതി മേടിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽ കുറഞ്ഞാലും സീനില്ല, ഇത് എക്സാം എഴുതി എടുത്താൽ മതി. പക്ഷെ ഇന്റേണൽ കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, അടുത്ത നമുക്ക് ഇന്റേണൽ കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്ന് അസൈൻമെന്റ് കറക്റ്റായിട്ട് വെക്കത്തില്ല, 2 ഇന്റേണൽ എക്സാം എന്ന് വെച്ചാൽ ഇത് സീരീസ് എക്സാം ഉണ്ട്. സീരീസ് എക്സാം എന്നാ പറയുന്നത്, നമ്മുടെ ടെസ്റ്റ് പേപ്പർ പോലെയൊക്കെ നടക്കും. കോളേജിൽ സ്കൂളിലൊക്കെ പണ്ട് നടക്കുമായിരുന്നു. ടെസ്റ്റ് പേപ്പർ പോലെ അല്ല, ഒരു മിഡ് ടേം എക്സാം പോലെയൊക്കെ നടക്കും, 2 എണ്ണമൊക്കെ വെച്ച്. അതുപോലത്തെ ഒരു 50 മാർക്കിനുള്ള 2 എക്സാം ഉണ്ട്. ആ 2 എക്സാമിന് മിനിമം പാസ്സാവണം. പാസ്സാവാൻ 20 മാർക്ക് മതി. 50-ൽ 20 മാർക്ക് മതി പാസ്സാവാൻ. സോ നിങ്ങളത് മിനിമം 2 സീരീസ് കൂടെ ഒരു 20 മേടിച്ച് 40 ആയി. പിന്നെ പ്രോജക്റ്റും കാര്യങ്ങളും, നോട്ട്, അറ്റൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നോട്ട്, അറ്റൻഡൻസ്, അസൈൻമെന്റ്, ഈ ഇന്റേണൽ എക്സാം, ഈ സീരീസ് എക്സാം, ഇന്റേണൽ വെച്ചാൽ സീരീസ് എക്സാം, ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഔട്ട് ഓഫ് ഒരു ആവറേജ് എടുത്തിട്ടാണ് അവർ 50-ൽ ഔട്ട് ഓഫ് 40 30 അത്രയൊക്കെ റേഞ്ചിൽ ടീച്ചർമാർ ഇടുന്നത്. മസ്റ്റായിട്ട് അറ്റൻഡൻസ് നോക്കും. ഫുൾ അറ്റൻഡൻസ് എന്ന് വെച്ചാൽ 90% മേലെ ഉണ്ടെങ്കിൽ 10 മാർക്ക് കണ്ട് കിട്ടും. 90 താഴെ ആണെങ്കിൽ മാർക്ക് കുറയും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇന്റേണൽ മസ്റ്റായിട്ട് നോക്കി പോകണം. പിന്നെ ഇത്ര മാർക്ക് ഔട്ട് ഓഫ് 10 ഈ ഇന്റേണൽ കുറയാനുള്ള കാരണം ഇതൊക്കെയാണ്. ഒന്നെങ്കിൽ ക്ലാസ്സിൽ കയറത്തില്ല, അല്ലെങ്കിൽ അസൈൻമെന്റ് വെക്കത്തില്ല, അല്ലെങ്കിൽ സീരീസ് എക്സാമിന് മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ കാണിച്ച എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അസൈൻമെന്റോ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഇത് സെമിനാറൊക്കെ ഉണ്ടല്ലോ, സെമിനാർ അതൊക്കെ നടത്തുമ്പം നല്ലപോലെ പറയാത്ത ആയതുകൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് ഇന്റേണലിൽ കുറയും. ഇതെല്ലാം ഇന്റേണലിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നല്ലപോലെ കൊണ്ടുപോയാൽ നമുക്ക് എക്സാം നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റും. എക്സാം നല്ലപോലെ കൊണ്ടുപോയാൽ നമുക്ക് ഒരുമിച്ച് പാസ്സാകാൻ പറ്റും. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന കാര്യം വെച്ചാൽ ഇന്റേണൽ കുറവാണ്, പക്ഷെ ഞാൻ എക്സാം പാസ്സാവുന്നുണ്ട്. ഇന്റേണൽ കുറവായതുകൊണ്ട് എനിക്ക് എക്സാം അത്രയും എഫോർട്ട് ഇട്ട് എനിക്ക് അത്രയും മാർക്ക് മേടിക്കണം. അതാണ് അത്രയും മാർക്ക്. ചിലപ്പോൾ നമുക്ക് പാസ്സാകാൻ വേണ്ടി 40 എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നോക്കും, പക്ഷെ ഇന്റേണൽ 30 ആയിരിക്കും. ടോട്ടൽ വരുമ്പോൾ 70 മാർക്കേ കാണത്തുള്ളൂ. അന്നേരം സപ്ലി, ഇതാണ് സപ്ലി വരാൻ കാരണം. ഈ 2 ഒന്നാമത്തെ കഴിവില്ല പഠിക്കാനുള്ള ഒരു ഇതുണ്ടായിട്ട്, പിന്നെ ഇന്റേണൽ കുറവ്, പിന്നെ സപ്ലി വരാനുള്ള കാരണം പഠിക്കാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. സപ്ലി വരാൻ ഉള്ള കാരണം അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ സപ്ലി വരാതെ പോവാം. പിന്നെ നല്ലപോലെ പഠിച്ചാലും മതി. പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചൊക്കെ എൻജോയ് ചെയ്തോ, സീനൊന്നുമില്ല. പിന്നെന്തുവാ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഒരു അനുഭവം മാത്രമാണ്. സോ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ടോമി എന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് പേഴ്സണലി എന്തെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയൊക്കെ അയച്ചു തരാം. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, എക്സാമിന് ബിറ്റ് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫോൺ വെച്ച് എഴുതാൻ പറ്റുമോ, കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോയിൽ പറയാം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഇനിയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ കാണാം.